ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. ഈ വീഡിയോയിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്, പക്ക തിയറി മാത്രമാണ്, ബട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിനേഷന് നല്ല രീതിയിൽ ടെസ്റ്റ് ചെയ്യാറുണ്ട്. ഫുൾ എക്സാമിന് ടെസ്റ്റ് ചെയ്യുന്നില്ല, എക്സാമിന് നല്ല രീതിയിൽ അല്ലെങ്കിൽ ഫ്രീക്വൻലി ഇതിൽ നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ളൊരു ടോപ്പിക്കാണ് ഇസ്ലാമിക് ഫൈനാൻസ് എന്ന് പറയുന്ന ടോപ്പിക്. ഓക്കെ, ഇത് നിങ്ങൾക്ക് സെക്ഷൻ സിയിലൊക്കെ ഡയറക്റ്റ് തിയറി ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ സെക്ഷൻ എ ബിയിലൊക്കെ ചോദിക്കാം. അപ്പം അങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, എന്നാലും വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇസ്ലാമിക് ഫൈനാൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇസ്ലാമിക് ഫൈനാൻസ് എന്ന് പറയുമ്പോൾ ഇസ്ലാം എന്ന് പറയുന്ന ഒരു റിലീജിയൻ ആണല്ലോ. അപ്പൊ ആ ഒരു ഇസ്ലാമിക് പ്രിൻസിപ്പിൾസ് വെച്ചിട്ട്, ഓക്കെ, ഇസ്ലാമിക് ലോ എന്ന് പറയുന്ന ഷരിയ ലോ അല്ലേ, ഷരിയ ലോ എന്ന് പറയുന്ന ആ ഒരു ഇസ്ലാമിക് ലോന്റെ കുറെ പ്രിൻസിപ്പിൾസ്, ആ പ്രിൻസിപ്പിൾസ് വെച്ചിട്ടുള്ള ഒരു ബാങ്കിങ് സിസ്റ്റം ആണ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ബാങ്കിങ് സിസ്റ്റം, ഫണ്ട് കൊടുക്കുന്നു, അവിടെ നമ്മൾ ഒരു ബിസിനസ്സിന് എന്തെങ്കിലും ഫണ്ട് വേണമെങ്കിൽ എങ്ങനെയാണ് അത് സോഴ്സ് ചെയ്യുക എന്നുള്ളതൊക്കെ ട്രഡീഷണലി നമ്മൾ ഫോളോ ചെയ്ത് വരുന്ന നോർമൽ ബാങ്ക്, അവിടെ വരുന്ന കുറെ കാര്യങ്ങൾ, അതൊന്നും പറ്റൂല. എന്ത് വേണം? ഇസ്ലാമിക് പ്രിൻസിപ്പിൾസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ, എങ്കിൽ ആ ഒരു അപ്രോച്ചാണ് ഏതിലും ഇസ്ലാമിക് ഫൈനാൻസിലുള്ളത്. ഓക്കെ, അപ്പൊ ഷരിയ ലോ എന്ന് പറയുന്ന ഇസ്ലാമിക് ലോ, അത് ബേസ് ചെയ്തിട്ടാണ് ഇസ്ലാമിക് ഫൈനാൻസിങ് അല്ലെങ്കിൽ ഇസ്ലാമിക് ഫൈനാൻസ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഷരിയ ഒരുപാട് കാര്യങ്ങൾ പ്രൊഹിബിറ്റ് ചെയ്യുന്നുണ്ട്. ഈ പ്രൊഹിബിറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ലേറ്റർ ഓൺ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്, ബട്ട് എന്നാലും പറയുന്ന കാര്യമാണ്. മെയിൻലി പ്രൊഹിബിറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് റിബ. ഒരുപാട് ഒരുപാട് ഇസ്ലാമിക് അറബിക് ടേംസ് ഇതിൽ യൂസ് ചെയ്തിട്ടോ. ഇപ്പൊ എന്താണ് റിബ? റിബ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആണ്. നമ്മളിപ്പോ ബാങ്കിൽ നിന്ന് ഒരു ലോൺ ഒക്കെ എടുക്കുന്ന സമയത്ത് ഇൻട്രസ്റ്റ് കൊടുക്കുന്നു, ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എക്സ്ട്രാ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, ആ ഇൻട്രസ്റ്റ് ഇസ്ലാം പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ്, അതാണ് റിബ എന്ന് പറയുന്നത്. ആ റിബ പ്രൊഹിബിറ്റഡ് ആണ്. ഇസ്ലാമിക് ലോ, ഷരിയ ലോ പ്രൊഹിബിറ്റ് ചെയ്യുന്നതാണ് റിബ. പിന്നെ ബിസിനസ്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഏത് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ? ഇസ്ലാമിക് പ്രിൻസിപ്പിൾസിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള, ഹറാം എനിക്ക് ഹാംഫുൾ ആക്ടിവിറ്റീസ് ലൈക്ക് ആൽക്കഹോൾ അങ്ങനെയൊക്കെ താഴെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഇസ്ലാമിക് പ്രിൻസിപ്പിൾസിന്, അല്ലെങ്കിൽ ഇസ്ലാമിൽ വിലക്കപ്പെട്ടിട്ടുള്ള ഇസ്ലാമിക് പ്രിൻസിപ്പിൾസിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ ആ ബിസിനസ്സിൽ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രൊഹിബിഷൻസ് ഏതിലുണ്ട്? ഇസ്ലാമിക് ഫൈനാൻസിൽ, ഇസ്ലാമിക് ലോയിലുണ്ട്. അപ്പൊ ഈ പ്രൊഹിബിഷൻസിനെ കുറിച്ച് നല്ല രീതിയിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇസ്ലാമിക് ഫൈനാൻസ് ശരിയ ബേസിസിലാണ്. ഇവിടുത്തെ മെയിൻ സോഴ്സ്, ഇതിൽ പറയുന്ന മെയിൻ സോഴ്സ് ഒക്കെ ഖുർആൻ എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക് ബുക്ക് ഉണ്ട്. നമ്മുടെ മുസ്ലിംസ് യൂസ് ചെയ്യുന്ന ഒരു ബുക്ക് ഉണ്ട്. ആ ഒരു ഖുർആനിലുള്ള കുറെ പ്രിൻസിപ്പിൾസ് ഒക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ ഇസ്ലാമിക് ഫൈനാൻസ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, ഒരുപാട് പ്രോഫിറ്റ് മുഹമ്മദ്, നമ്മുടെ പ്രോഫിറ്റ് മുഹമ്മദിന്റെ ഒരുപാട് സേയിങ്സ്, അവിടെ ഹദീസ് എന്നൊക്കെ പറയും, അതിൻ്റെയൊക്കെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ നമുക്ക് അതിനെ കുറിച്ചൊന്നും ഭയങ്കര ഡീപ്പായിട്ടൊന്നും അറിയണം കേട്ടോ. നമുക്ക് ഇസ്ലാമിക് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, അതൊക്കെയാണ് നമുക്ക് മെയിൻ കാര്യം. ഇത് പറയുന്ന ഒരു കാര്യങ്ങൾ ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇനി ഇസ്ലാമിക് പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാ പറയുന്നത്? ഇസ്ലാമിക് പ്രിൻസിപ്പിൾസ് പറയുന്നത്, എവിടെ എന്തൊരു വെൽത്ത് വരണം എന്നുണ്ടെങ്കിൽ ആ വെൽത്ത് ലെജിറ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ലീഗലി അക്സെപ്റ്റബിൾ മീൻസ് ഇസ്ലാമിക് ലോയില് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു സോഴ്സിന്റെ വെൽത്ത് വരാൻ പാടുള്ളൂ. ഓക്കെ, ഗാംബ്ലിംഗ് ഒരിക്കൽ ഇസ്ലാമിക് ലോയില് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പൈസ വെച്ച് പൈസ ഉണ്ടാകുന്നത്, നമ്മൾ പൈസ കൊടുക്കുന്നു, ആ പൈസ, ഇപ്പൊ ഞാൻ എൻ്റെ അടുത്തുള്ള കുറച്ച് പൈസ ഞാൻ ഒരാൾക്ക് കടം കൊടുക്കുന്നു, എന്നിട്ട് തിരിച്ചു വാങ്ങിക്കുമ്പോൾ അതിന് എക്സ്ട്രാ കുറച്ചും കൂടെ വാങ്ങിക്കുന്നു. എന്താ, ഞാൻ പൈസ വെച്ചിട്ട് എക്സ്ട്രാ പൈസ ഉണ്ടാക്കണം, പ്രോഫിറ്റ് ഉണ്ടാക്കണം. അത് ഇസ്ലാമിൽ പറ്റില്ല, അത് വിലക്കപ്പെട്ടിട്ടുള്ളതാണ്. ഞാൻ പൈസ വെച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റില്ല. ഞാൻ ആ പൈസ സ്പെൻഡ് ചെയ്തിട്ട് ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു അസറ്റ് വെച്ച് ആ അസറ്റ് യൂസ് ചെയ്തിട്ട് ഇൻകം ഉണ്ടാക്കുന്നു, അങ്ങനെ റിട്ടേൺസ് ഉണ്ടാക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അല്ലാതെ പൈസ ഒരാൾക്ക് കൊടുത്ത് ആ പൈസ ഞാൻ കൊടുത്തത് കൊണ്ട് ഇത്ര മാസത്തിൽ എനിക്ക് ഇത്ര എക്സ്ട്രാ വേണം എന്നൊക്കെ പറയുന്ന മേക്കിംഗ് മണി ഫ്രം മണി, അത് പ്രൊഹിബിറ്റഡ് ആണ്. അതൊന്നും പറ്റില്ല. അപ്പൊ അതൊന്നും ഉണ്ടാവാൻ പാടില്ല, ലെജിറ്റിമേറ്റ് സോഴ്സിൽ ഉണ്ടാവാൻ പാടില്ല. പിന്നെ നമ്മൾ എന്തൊരു ഇൻവെസ്റ്റ്മെന്റ് ബിസിനസ്സിൽ ചെയ്താലും അത് സൊസൈറ്റീനെ നല്ല രീതിയിൽ ബെനിഫിറ്റ് ചെയ്യണം. റിട്ടേൺസ് ഉണ്ടാക്കുന്നത് മാത്രമല്ല, സൊസൈറ്റീനെ ഒരിക്കലും നെഗറ്റീവ് എഫക്ട് ചെയ്യരുത്. ഒരു എത്തിക്കൽ ആസ്പെക്ട് ആണ് ഇവിടെ. പിന്നെ എന്തൊരു റിസ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ റിസ്ക് ഷെയർ ചെയ്യണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ബിസിനസ്സിൽ, ഇപ്പൊ ഞാൻ ബിസിനസ് നടത്തുന്നുണ്ട്, ഞാനൊരു ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നു. ഈ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ ആ ബാങ്ക് എനിക്ക് ഫണ്ട് തന്നു, എന്നിട്ട് ആ ബാങ്കിന് ഞാൻ ആ ഫണ്ട് വെച്ചിട്ട് എന്റെ ബിസിനസ്സിൽ ഞാനത് സ്പെൻഡ് ചെയ്യുമ്പോൾ ഇവിടെ ഞാൻ ഒരുപാട് റിസ്ക് ഫേസ് ചെയ്യുന്നു. ഇൻവെസ്റ്റ്മെന്റ് റിസ്ക് ഉണ്ട്. ആ ഇൻവെസ്റ്റ്മെന്റ് ഫെയിലിയർ ആയി പോകുമെന്ന് പറയുന്ന റിസ്ക് ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട്. ഈ ഫേസ് ആർക്കില്ല? ഈ ഒരു റിസ്ക് ആര് ഫേസ് ചെയ്യുന്നില്ല? ബാങ്ക് ഫേസ് ചെയ്യുന്നില്ല. ബാങ്കിന് എന്തായാലും എനിക്ക് ലോൺ തന്നു, ആ ഇൻട്രസ്റ്റ് കറക്റ്റ് ആയിട്ട് കിട്ടണം. ഇനി എന്റെ ബിസിനസ് ഒക്കെ പൂട്ടിപ്പോയി, ഞാനെങ്ങാനും അത് റീപേ ചെയ്യാൻ പറ്റില്ല, ബാങ്കിന്റെ അസറ്റ് എടുത്തോളൂ.
അപ്പോൾ റിസ്ക് അവിടെ ഷെയർ ചെയ്യുന്നില്ല. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ്സ് ആണെങ്കിലും ബിസിനസ്സുകളിൽ പൈസ തരുന്ന ആളാണോ ബിസിനസ് നടത്തുന്ന ആളാണോ എല്ലാവരുമായ റിസ്ക് ഷെയർ ചെയ്യണം എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. ആ റിസ്ക് എല്ലാവരും ഷെയർ ചെയ്യണം. അതായത് വെറുതെ പൈസ കൊടുത്തിട്ട് ആ പൈസക്ക് എഗെയിൻസ്റ്റ് തിരിച്ച് ഇൻട്രസ്റ്റ് വാങ്ങിക്കുന്ന പരിപാടി വിലക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് എല്ലാ ഹാർംഫുൾ ആക്ടിവിറ്റീസ് ഉണ്ട്, അതിനാണ് ഹറാം എന്ന് പറയുന്നത്. അതൊക്കെ അവോയ്ഡ് ചെയ്യണം എന്ന് പറയുന്നത്. ഇസ്ലാമിക് ഇസ്ലാമിക് ബാങ്ക് ഒന്നും ഒരിക്കലും ഇൻട്രസ്റ്റ് കളക്ട് ചെയ്തിട്ട് ഒക്കെ പ്രോഫിറ്റ് ഷെയറിംഗ് ആയിരിക്കും. ഇപ്പൊ എനിക്ക് ഒരു ബാങ്ക് ഫണ്ട് തന്നു, ഇസ്ലാമിക് ബാങ്ക് എനിക്ക് ഫണ്ട് തന്നു കഴിഞ്ഞാൽ ആ ഫണ്ട് എന്റെ ബിസിനസ്സിലുള്ള ഒരു അസറ്റ് യൂസ് ചെയ്യാൻ, ഒരു അസറ്റിനെ ബേസ് ചെയ്തിട്ടാണ് എനിക്ക് തന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ആ അസറ്റ് യൂസ് ചെയ്തിട്ട് എന്ത് ഇൻകം കിട്ടുന്നോ അതിന്റെ ഒരു പാർട്ടായിരിക്കും അവർ കൊടുക്കുന്നത്. അല്ലാതെ ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് കൊടുക്കരുത്. ഓക്കെ, അല്ലെങ്കിൽ ഫീ ബേസ്ഡ് റിട്ടേൺസ് ഒക്കെ ആയിരിക്കും കൊടുക്കേണ്ടത്. ഇപ്പൊ ലെൻഡേഴ്സ്, ഈ ലെൻഡ് ചെയ്യുന്ന ആളെന്താണ് റിസ്ക് എല്ലാവരും ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞില്ല. അപ്പൊ ലെൻഡേഴ്സ് ആ റിസ്കിന്റെ ഒരു ഭാഗം അവർ എടുക്കേണ്ട വരും. ഇനി ഈ ഒരു ശരിയാ ലോ അല്ലേ, ഇപ്പൊ നമ്മൾ പറഞ്ഞ പ്രിൻസിപ്പിൾസും ശരിയാ, അതൊക്കെ ശരിയാ ബോർഡ് എന്ന് പറയുന്ന ഒരു ബോർഡ് ഉണ്ട്, അവരാണ് അത് ചെയ്യുന്നത്. ശരിയാ പ്രിൻസിപ്പിൾസ് അവർ ഫോളോ ചെയ്യുന്നത്. അവർ ഒരുപാട് ഇസ്ലാമിക് സ്കോളേഴ്സ് ഇസ്ലാമിക്കിന്റെ മെയിൻ ആയിട്ടുള്ള ആളുകൾ അവരാണ് അതിലുണ്ടാവുക. അവരാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, അവരാണ് റിവ്യൂ ചെയ്യുന്നത്. അവർ ഇൻഡിവിജ്വലി ഉള്ള സ്പെഷ്യൽ കേസസ് ഒക്കെ വന്നാൽ അത് റിവ്യൂ ചെയ്തിട്ട് അതിലെന്താണ് സൊല്യൂഷൻ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നവരായിരിക്കും. ഓക്കെ, പിന്നെ ഇത് നമുക്ക് ജസ്റ്റ് വായിച്ചു വിട്ടാൽ മതി, അത്ര വലിയ പ്രശ്നം, അത്ര വലിയ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അടുത്ത ഇവിടെയുള്ള ഡെവലപ്മെന്റ്സ് എന്തൊക്കെയാന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഗ്ലോബലി ഓൾ ഓവർ ദ വേൾഡ് ഇസ്ലാമിക് ഫൈനാൻസിങ്ങിന്റെ ഒരു എന്താണ് അവർ എയിം ചെയ്യുന്നത് വെച്ചാൽ, ഒരു ഇപ്പൊ കറന്റ് ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ഇല്ല. ഇസ്ലാമിക് ഫൈനാൻസ് എന്ന് പറഞ്ഞിട്ട് വേൾഡ് മൊത്തത്തിലും എങ്ങനെയാണ് ഇസ്ലാമിക് ഫൈനാൻസ് ചെയ്യേണ്ടതെന്ന് പറയുന്ന ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ഇല്ല. ഓരോ സ്ഥലങ്ങൾക്ക്, ഓരോ രാജ്യങ്ങൾക്കായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ്സ് ആണ്. ഇപ്പൊ UK ഇസ്ലാമിക് ഫൈനാൻസ് ആണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വേറെ രാജ്യം മാറുമ്പോൾ ഇതിന്റെ പ്രിൻസിപ്പിൾസ് അങ്ങോട്ടൊക്കെ മാറും. അല്ലാതെ ഗ്ലോബലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഒന്നുമില്ല. അത് എത്തിക്കാൻ ഇവർ നോക്കുന്നുണ്ട്. പിന്നെ ഇന്റർപ്രിട്ടേഷൻസ്, ഇപ്പൊ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അത് ഇന്റർപ്രിറ്റ് ചെയ്ത് അതിന്റെ സൊല്യൂഷൻ എന്താണ്, അതിന്റെ വാസ്തവം എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഇന്റർപ്രിട്ടേഷൻ ഒക്കെ വേരി ചെയ്യുന്നുണ്ട്. പിന്നെ ഒരുപാട് രാജ്യങ്ങളൊക്കെ പറയുന്നത് ഒന്ന് വായിച്ചു നോക്കണ്ട. നമുക്ക് എല്ലാ രാജ്യങ്ങളിലും സെയിം അല്ല, ഡിഫറെന്റ് ആണെന്ന് മാത്രം മനസ്സിലാക്കാം. ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ഇല്ല എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇനി എന്തൊക്കെ കാര്യങ്ങൾ പ്രൊഹിബിറ്റ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞാണ്. മെയിൻലി പ്രൊഹിബിറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ റിബ. നമ്മൾ പൈസ കൊടുത്തിട്ട് അതിന് തിരിച്ച് റിട്ടേൺ എനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് ഫിക്സ്ഡ് ആയിട്ട് വേണമെന്ന് പറയുന്ന ഇൻട്രസ്റ്റ് ഒരിക്കലും പാടില്ല. അത് ജസ്റ്റിസിനെ വയലേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, റിസ്ക് ഷെയറിംഗ് ഇല്ല. വെറുതെ പൈസ കൊടുത്തിട്ട് ആ പൈസക്ക് തിരിച്ചു വേണമെന്ന് പറയുകയാണ്. അവരുടെ പെർഫോമൻസ് എന്താണെന്ന് നോക്കാതെ പറ്റും. ഇപ്പൊ ഒരിക്കലും ഇൻട്രസ്റ്റ് പറ്റില്ല, അത് പ്രൊഹിബിറ്റഡ് ആണ്. ഓക്കെ, പ്രോഫിറ്റ് ഷെയറിംഗ് ആണ് വേണ്ടത്, ഇൻട്രസ്റ്റ് അല്ല. നോട്ട് ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ആണ് ഷെയർ ചെയ്യേണ്ടത്. അപ്പൊ പ്രോഫിറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്നും ഉണ്ടാവില്ല ആ രീതിയിൽ. അപ്പൊ റിസ്ക് ഷെയർ ചെയ്യപ്പെടണം. പിന്നെ അടുത്ത് പ്രൊഹിബിറ്റ് ചെയ്യുന്നത് ഹൈ ഡെപ്റ്റ് കമ്പനീസ് ഇല്ലേ, ഒരുപാട് ഡെപ്റ്റ് ഉള്ള ഒരു കമ്പനി ആണെങ്കിൽ ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പ്രൊഹിബിറ്റഡ് ആണ്. ഫോർ എക്സാമ്പിൾ ഒരു കമ്പനിയുടെ മാർക്കറ്റ് വാല്യൂ 100 crore ആണ്. അപ്പൊ അതിന്റെ ഒരു 33 crore അല്ലെങ്കിൽ ഒരു 35 CR ഒക്കെ ഡെപ്റ്റ് ഉണ്ടെങ്കിൽ ഒരു കമ്പനിയുടെ മാർക്കറ്റ് വാല്യൂ 100 crore ആണ്. അപ്പോൾ ആ കമ്പനിക്ക് 33% അല്ലെങ്കിൽ 33% മുകളിൽ, അല്ലെങ്കിൽ 35 crore ഒക്കെ ഡെപ്റ്റ് ഉള്ള കമ്പനി ആണെങ്കിൽ ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. പിന്നെ ഹറാം ആക്ടിവിറ്റീസ് ലൈക്ക് ആൽക്കഹോൾ, ഗാംബ്ലിംഗ്, ഇങ്ങനത്തെ ഒരുപാട് ഹറാംഫുൾ ആക്ടിവിറ്റീസ്, ഇസ്ലാമിക് വിലക്കപ്പെട്ടിട്ടുള്ള ആ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ബിസിനസ്സിൽ എന്ത് ചെയ്യരുത്, ഇൻവെസ്റ്റ് ചെയ്യരുത്. പിന്നെ സ്പെക്യുലേറ്റീവ് ട്രാൻസാക്ഷൻസ് ഉണ്ട്, ലൈക്ക് ഗാംബ്ലിംഗ്, ഇപ്പൊ നമ്മൾ പറയുമല്ലോ ഫ്യൂച്ചേഴ്സിന്റെ പ്രൈസ് കൂടും എന്നൊക്കെ സ്പെക്യുലേഷൻ ചെയ്യും, അതൊന്നും പറ്റില്ല. ഇപ്പൊ നമ്മൾ ഹെഡ്ജ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഫ്യൂച്ചേഴ്സിലെ ഓപ്ഷൻസ് ഒക്കെ സ്പെക്യുലേറ്റ് ചെയ്യാറുണ്ട്, അതൊന്നും പറ്റില്ല. ഒക്കെ എന്താണ്, പ്രൊഹിബിറ്റഡ് ആണ്. പിന്നെ ഒരുപാട് അൺസർട്ടൈൻ കോൺട്രാക്ട്സ് ലൈക്ക് ഡെറിവേറ്റീവ്സ് ഒക്കെ ഇല്ലേ, ഈ ഡെറിവേറ്റീവ്സ് ഒന്നും പറ്റില്ല. ഡെറിവേറ്റീവ്സ് ഒക്കെ ഇസ്ലാമിക് പ്രിൻസിപ്പിളിന്റെ എതിരാണ്. ലൈക്ക് ഷോർട്ട് സെല്ലിംഗ് ഒക്കെ ഉണ്ട്. ഷോർട്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷോർട്ട് സെല്ലിംഗ് എന്ന് പറയുന്നത് നൗ എന്താണ്, ഇപ്പൊ എന്റെ കയ്യിലില്ലാത്ത സാധനം സെല്ല് ചെയ്തിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, അത് ബൈ ചെയ്യുന്നു. ഇതിനെയാണ് ഷോർട്ട് സെല്ലിംഗ്. ഷോർട്ട് സെല്ലിംഗ് ഒക്കെ ഇസ്ലാമിക് പ്രിൻസിപ്പിൾ പ്രകാരം വിലക്കപ്പെട്ടിട്ടുള്ളതാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഇസ്ലാമിക് ഫൈനാൻസിന്റെ ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ഇസ്ലാമിക് ഫൈനാൻസ് എന്താണെന്ന്, അവിടുത്തെ പ്രിൻസിപ്പിൾ എന്താണെന്ന്, അവിടെ പ്രൊഹിബിറ്റ് ചെയ്ത കാര്യങ്ങൾ എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇനി നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻസ് ടെസ്റ്റ് ചെയ്യുന്നത് ഇസ്ലാമിക് ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഇസ്ലാമിക് ഫൈനാൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇസ്ലാമിക് ഇൻസ്ട്രുമെന്റ്സിനെ റിലേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് നോർമലി ഫ്രീക്വന്റ് ആയിട്ട് ടെസ്റ്റ് ചെയ്യാറ്. അപ്പൊ ഇസ്ലാമിക് ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയാന്ന് വെച്ചാൽ എത്ര ഉണ്ടെന്ന് വെച്ചാൽ 1 മുറാബഹ,
ഇതൊക്കെ അറബിക് വേർഡ്സ് ആണ്, അതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ജസ്റ്റ് മുറാബഹ എന്താ, ഇത് ട്രേഡ് ക്രെഡിറ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് ഇതിന് ഓരോ പേരും അതെന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഇത് പഠിക്കണം. കാരണം ഇത് ടെസ്റ്റ് ചെയ്യാറുണ്ട്. ഇത് നമുക്ക് സെക്ഷൻ സിയിലൊക്കെ ഒരു 5 മാർക്സിന് 6 മാർക്സിനൊക്കെ ഏതെങ്കിലും ഒരു 3 ഇസ്ലാമിക് ഇൻസ്ട്രുമെന്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നൊക്കെ പറയുമ്പോൾ മുറാബഹ എന്ന് എഴുതിയിട്ട് ഒരിക്കലും വേറൊന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ തെറ്റി മാർക്ക് പോയി. അപ്പോൾ പ്രോപ്പറായിട്ട് ഈ പേരും പഠിക്കണം, അതെന്താണെന്ന് ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചു പോകണം. മുറാബഹ ഉണ്ട്, ഇജാറ ഉണ്ട്, മുധാറബ് ഉണ്ട്, മുഷാറക്ക ഉണ്ട്, സുക്കൂക്ക് ഉണ്ട്, പിന്നെ ഹിബ ഉണ്ട്, പിന്നെ കർദുൽ ഹസൻ എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ കുറെ ഇസ്ലാമിക് ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ച് നമുക്ക് പറയുന്നുണ്ട്. ഇൻ ടോട്ടൽ 7 ഇസ്ലാമിക് ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ ഓരോന്നും ഭയങ്കര ഡീപ്പായിട്ടൊന്നും പഠിക്കണ്ട. എന്താണ് മുറാബഹ? ഇത് നോർമലി നമ്മൾ ഓൾറെഡി പഠിച്ചിട്ട് ഒരുപാട് ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. നമ്മൾ ഓൾറെഡി പഠിച്ച പല ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ്. അത് അതിന്റെ കുറച്ചൊരു ഡിഫറൻസ് വരുന്ന രീതിയിലാണ് ഈ ഓരോ ഇസ്ലാമിക് ഇൻസ്ട്രുമെന്റ്സും പറയുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് മുറാബഹ പറയാം. ട്രേഡ് ക്രെഡിറ്റ്, നമ്മൾ ബിസിനസ്സിൽ കടം കൊടുക്കുമല്ലോ, ബിസിനസ്സിൽ നമ്മൾ കടം കൊടുക്കുക അല്ലെങ്കിൽ കടം വാങ്ങിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതിനെ റിലേറ്റ് ചെയ്യുന്ന ആ ഒരു ട്രേഡ് ക്രെഡിറ്റിനെ റിലേറ്റ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് മുറാബഹ എന്ന് പറയുന്നത്. മുറാബഹയിൽ എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഇവിടെ ഒരു ബാങ്ക് ഉണ്ടായിരിക്കും. ഇപ്പൊ നമുക്ക് ഈ ഫൈനാൻസ് ഒക്കെ തരുന്ന ബാങ്ക്, ആ ബാങ്ക് ഒരിക്കലും എന്ത് കളക്ട് ചെയ്യരുതെന്നാണ് ഇസ്ലാമിക്കിൽ പ്രൊഹിബിറ്റ് ചെയ്തത്. ബാങ്ക് ഒരിക്കലും ഇൻട്രസ്റ്റ് കളക്ട് ചെയ്യരുത്. വെറുതെ ഒരു റിസ്ക്കും ഷെയർ ചെയ്യാതെ ഇൻട്രസ്റ്റ് ബാങ്ക് കളക്ട് ചെയ്തു. അപ്പൊ അതിന് വേണ്ടിയിട്ട് മുറാബഹ പറയുന്നത് ബാങ്ക് എന്ത് ചെയ്യുന്നു, അസറ്റ് ബൈ ചെയ്തു. ഇപ്പൊ ഞാനൊരു കമ്പനിയാണ്, ഇതാണ് ഇസ്ലാമിക് ബാങ്ക്. ഈ ഇസ്ലാമിക് ബാങ്ക് എന്ത് ചെയ്യുന്നു, എനിക്ക് വേണ്ട ഒരു അസറ്റ് അത് ഇൻവെന്ററി എന്തോ എനിക്ക് വേണ്ട ഒരു സാധനമാണ്. എൻ്റെ അടുത്ത് എന്താണ് അത് വാങ്ങിക്കാൻ പൈസ ഇല്ല. അപ്പൊ ഞാൻ നോർമലി എന്താ ചെയ്യാറ്, ഇസ്ലാമിക് അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ആ അസറ്റ് വാങ്ങിക്കാനുള്ള ഫണ്ട് ഞാൻ ഇവിടുന്ന് ലോൺ എടുക്കുന്നു, എന്നിട്ട് തിരിച്ച് ഇൻട്രസ്റ്റ് കൊടുക്കുന്നു. അത് പറ്റില്ല ഇസ്ലാമിക് ഫൈനാൻസ്. ഇതാണ് എന്റെ ബാങ്ക് എങ്കിൽ എനിക്കൊരു അസറ്റ് വാങ്ങിക്കാനാണ് ഫണ്ട്. അപ്പൊ എന്ത് ചെയ്യുന്നു, എനിക്ക് വേണ്ടിയിട്ട് ബാങ്ക് അസറ്റ് വാങ്ങിക്കുന്നു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ 10 ലക്ഷത്തിന്റെ അസറ്റ് ആണെങ്കിൽ ആ 10 ലക്ഷത്തിന്റെ അസറ്റ് ബാങ്ക് വാങ്ങിക്കുന്നു. എന്നിട്ട് എനിക്ക് എന്ത് ചെയ്യുന്നു, ആ അസറ്റ് തരുന്നു. അപ്പൊ ആ 10 ലക്ഷത്തിന്റെ അസറ്റ് ബാങ്ക് വാങ്ങിച്ചിട്ട് എനിക്ക് സെല് ചെയ്യുമ്പോൾ എന്താണ്, ബാങ്ക് ഈ 10 ലക്ഷം എനിക്ക് കടം തന്നിട്ട് എക്സ്ട്രാ ഇൻട്രസ്റ്റ് വാങ്ങിച്ചാലേ പ്രശ്നം. ബട്ട് ബാങ്ക് ആ അസറ്റ് വാങ്ങിച്ചിട്ട് എനിക്കൊരു മാർക്കപ്പ്, ഒരു പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ട് തരികയാണെന്നുണ്ടെങ്കിൽ ബാങ്കിന് ലാഭമാണ്. ഫോർ എക്സാമ്പിൾ 10 ലക്ഷത്തിന് വാങ്ങിച്ചിട്ട് ഒരു 10,50,000 എനിക്ക് തരുന്നു. എന്നിട്ട് ആ 10 ലക്ഷം ഞാൻ എന്ത് ചെയ്താൽ മതി, 10,50,000 എനിക്ക് തരുന്നു. അപ്പൊ എനിക്ക് എന്താ, കടം തന്ന പോലെ ആ ഒരു അസറ്റ് എനിക്ക് വിറ്റിട്ട് ഞാൻ കടം കൊടുക്കേണ്ട സിറ്റുവേഷൻ പോലെ, ട്രേഡ് ക്രെഡിറ്റ് പോലെ. ഇനി ആ 10.5 ലക്ഷം ഞാൻ കൊടുത്താൽ മതി. 10 ലക്ഷത്തിന്റെ അസറ്റ് ആണ്, ബട്ട് ഞാനല്ലോ വാങ്ങിച്ചു, അയാളെല്ലാം ഇപ്പൊ പൈസ കൊടുത്ത് വാങ്ങിക്കുന്നു. എന്നിട്ട് എനിക്കൊരു സമയം തരും, ഒരു സാവകാശം തരും. കുറച്ച് ദിവസം കുറച്ച് ടൈം കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ആ 10.5 ലക്ഷം കൊടുക്കുന്നത്. അപ്പൊ ഞാൻ തിരിച്ചു കൊടുക്കുമ്പോൾ എന്താണ്, 10.5 ലക്ഷം കൊടുക്കുന്നത്, ബട്ട് ഇൻട്രസ്റ്റ് ആയിട്ടല്ല കൊടുക്കുന്നത്. അയാളൊരു പ്രോഫിറ്റ് എടുത്തിട്ടാണ് എനിക്ക് തരുന്നത്. ഓക്കെ, അപ്പൊ അവിടെ ആർക്ക് റിസ്ക് ഉണ്ട്, അയാൾക്ക് റിസ്ക് ഉണ്ട്. ഞാനിത് തിരിച്ചടിച്ചില്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ആ അസറ്റ് തിരിച്ചു കൊണ്ടുപോകണമെങ്കിൽ അങ്ങനത്തെ കുറെ റിസ്കുകളുണ്ട്. അപ്പൊ ഈ ഒരു അസറ്റ് ഞാൻ ഉപയോഗിക്കും, ആ അസറ്റിന് അയാൾ വാങ്ങിച്ചിട്ട് അയാളൊരു ലാഭം എടുത്ത് തരുന്ന രീതിയിൽ. ഓക്കെ, ഒരു ഫിക്സഡ് മാർക്കപ്പിൽ ആയിരിക്കും കൊടുക്കുക. പിന്നെ ആ ഒരു മാർക്കപ്പ് കൂട്ടാനൊന്നും പറ്റില്ല. വൺസ് 10.5 ലക്ഷത്തിന് എനിക്ക് തന്നു കഴിഞ്ഞാൽ പിന്നെ അത് കൂട്ടാനൊന്നും പറ്റില്ല. ഇപ്പൊ ഞാൻ അസറ്റ് എടുക്കുന്നതിന് ഡിലേ ആയാലോ, അല്ലെങ്കിൽ ഞാൻ അസറ്റ് എടുത്ത് അല്ലെങ്കിൽ തിരിച്ച് പൈസ കൊടുക്കുന്നതിന് ഡിലേ ആയാലോ എക്സ്ട്രാ കൂട്ടാനോ അല്ലെങ്കിൽ എക്സ്ട്രാ ഫൈൻ, പെനാൽറ്റി അങ്ങനത്തെ ഒന്നും ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അയാൾക്കും റിസ്ക് ഉണ്ട്. റിസ്ക് ഷെയർ ചെയ്യണം എന്നാണ്, ഇൻട്രസ്റ്റ് കളക്ട് ചെയ്യുന്നതാണ് ഇതിന്റെ ഒരു കൺസെപ്റ്റ്. അപ്പൊ നമ്മൾ മുറാബഹ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇജാര. നമ്മുടെ നോർമൽ ഫൈനാൻസിങ്ങിലുള്ള ലീസിങ് ഉണ്ടല്ലോ, ആ ലീസിങ്ങിനോട് സിമിലർ ആണ്. ഓക്കെ, ഇപ്പൊ നേരത്തെ മുറാബഹ പറഞ്ഞത് ഒരു അസറ്റ് വാങ്ങിക്കുന്നു, എനിക്ക് അസറ്റ് എനിക്ക് വിൽക്കുന്നു, അയാൾ വാങ്ങിച്ചിട്ട് എനിക്കൊരു വേറെ പ്രൈസിന് വിൽക്കണം. ഇജാറ അല്ലെങ്കിൽ ലീസിങ് ഇത് അങ്ങനെയല്ല. ലീസിംഗ് എന്ന് പറയുന്നത് ബാങ്ക് ഒരു അസറ്റ് വാങ്ങിക്കും, എന്നിട്ട് എനിക്കത് ലീസിനാ തരുന്നത്, എനിക്കത് ലീസിനാ തരുന്നത്. ലീസ് എന്ന് പറയുമ്പോൾ ആ ലീസിന് കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് ഞാൻ റെന്റൽസ് കൊടുക്കണ്ടേ. അപ്പൊ ഒരു അഗ്രീഡ് പ്രൈസിന് എനിക്കൊരു അഗ്രീഡ് പ്രൈസ് പറഞ്ഞോട്ടെ, അതിൽ ഞാൻ എനിക്ക് ലീസ് റെന്റൽസ് ഉണ്ടെങ്കിൽ ആ റെന്റ് ഞാൻ കൊടുക്കണം. കസ്റ്റമർ എന്തൊക്കെ പേ ചെയ്യണം, കസ്റ്റമർ പേ ചെയ്യുന്നത് റെന്റ് പേ ചെയ്യുന്നുണ്ട്, അതിന്റെ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അത് ഞാൻ പേ ചെയ്യേണ്ടി, അങ്ങനത്തെ എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു എമൗണ്ട് ആണ് ഞാൻ പേ ചെയ്യുന്നത്. ഒരിക്കലും അതിന് ഇൻട്രസ്റ്റ് ഉണ്ടാവാൻ പാടില്ല. പിന്നെ അവസാനം ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു അസറ്റ് അയാൾ വാങ്ങിച്ചിട്ട് എനിക്ക് ലീസിന് പറഞ്ഞാൽ ഒരു 5 വർഷമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. 5ാമത്തെ വർഷം ഞാനത് വാങ്ങിച്ചോളാം എന്നാണ് എനിക്കത് 5ാമത്തെ വർഷം വാങ്ങിക്കണം എന്നാകുന്നുണ്ട്. ഇപ്പൊ എനിക്ക് വാങ്ങിക്കാൻ പൈസ ഇല്ല, ബട്ട് എനിക്ക് ലീസിന് എടുക്കുന്നു, എന്നിട്ട് ഞാൻ റെന്റൽസ് ഇങ്ങനെ നടക്കുന്നു. എനിക്ക് അവസാനം വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ ആ പർച്ചേസ് പ്രൈസിലേക്കുള്ള ഒരു കോൺട്രിബ്യൂഷൻ കൂടെ ഞാൻ ചെയ്തിരിക്കും. അതിന്റെ റെന്റൽസ് നോർമലി കൊടുക്കണം. ഞാൻ അസറ്റ്, അവൻ വാങ്ങിച്ച അസറ്റ് ഞാൻ എന്ത് ചെയ്യുന്നു, യൂസ് ചെയ്യില്ല. അപ്പൊ റെന്റൽസ് കൊടുക്കണം,
പിന്നെ പ്ലസ് എന്താണ്, എനിക്ക് അവസാനത്ത് വാങ്ങിക്കണം എനിക്ക് 5 വർഷം കഴിഞ്ഞിട്ട് ആ സെറ്റിന് ഒരു വാല്യൂ ഉണ്ടായിരിക്കില്ല, അതിലേക്കുള്ള ഒരു കോൺട്രിബ്യൂഷൻ ഞാനിപ്പോൾ കൊടുക്കും. ഇപ്പോഴേ ഞാൻ റെന്റിനും ഇൻഷുറൻസിനും പുറമെ ഇത് ഞാൻ അവസാനം പർച്ചേസ് ചെയ്യും കേട്ടോ. അപ്പോൾ പർച്ചേസ് ചെയ്യാനുള്ള ഒരു കോൺട്രിബ്യൂഷൻ എന്നുള്ളത് ഞാൻ 10,000 തരുന്നുണ്ട്. 5ാമത്തെ വർഷത്തുമ്പോൾ ഞാൻ പർച്ചേസ് പ്രൈസിലേക്ക് കുറച്ച് കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും, അതുണ്ടായിരിക്കും. പിന്നെ ആ സെറ്റ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ എത്ര കൊടുക്കണം, അതും കൂടെ കൊടുത്തിട്ട് ആ സെറ്റ് എനിക്ക് സ്വന്തമാക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ കസ്റ്റമർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ പ്രോപ്പർട്ടി അവസാനം ഓൺ ചെയ്യാൻ പറ്റും. നോർമൽ ലീസിംഗ് പോലെയുള്ള ഇസ്ലാമിക് ഫൈനാൻസിങ്ങിലുള്ള ലീസിംഗാണ് ഇജാറ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്താണ് ആദ്യം പഠിച്ചത് മുറാബഹ, ഇത് പഠിക്കാൻ പോകുന്നത് മുദാറബ. അത് മുറാബഹ, ഇത് മുദാറബ. ഇനി വേറെ ഒന്നുണ്ട് മുഷാറക്ക. മുറാബഹ, മുദാറബ, മുഷാറക്ക, മൂന്നും ഒരുപോലെ ഇങ്ങനെ തോന്നുമ്പോൾ മൂന്നും വേറെയാണ് എന്നുള്ളത് പഠിച്ചോളാം. മുറാബഹ ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് മുദാറബ. മുദാറബ ഏതിനോട് സിമിലർ ആണെന്ന് അറിയാം, നമ്മുടെ ഇക്വിറ്റി ഫൈനാൻസ് ഉണ്ട്, നമ്മുടെ നോർമൽ നമ്മുടെ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് നമ്മുടെ ഇക്വിറ്റി ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇക്വിറ്റി ഫൈനാൻസ്, അതിനോട് സിമിലർ ആണ് മുദാറബ. അപ്പൊ ബാങ്ക് നമുക്ക് ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യും. ആരാണോ ഇസ്ലാമിക് ബാങ്ക് മുദാറബ ഇൻസ്ട്രുമെന്റ് എനിക്ക് തരുന്ന ആ ബാങ്ക് എനിക്ക് മുദാറബ എന്ന് പറയുന്നത് എന്താണ്, മുദാറബ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് ബാങ്ക് ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യും. ഇവൻ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഈ മുദാറബ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റിൽ ആരാണോ എനിക്ക് ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നത് ആ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യും. എന്റെ അടുത്ത് ക്യാപിറ്റൽ ഒന്നുമില്ല, ഞാൻ ആ ബിസിനസ് നടത്തുന്നത്, എനിക്ക് ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യും. ഒരാൾക്ക് ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യും. ഒരാൾ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്തു, എനിക്ക് എന്റെ അടുത്ത് എന്താ ഉള്ളത്, എനിക്ക് ബിസിനസ് മാനേജ് ചെയ്യാനുള്ള സ്കില്ലാണ്. അപ്പൊ ഞാൻ ആ ബിസിനസ് നടത്തും, അവന്റെ പൈസ വെച്ചിട്ട് ഞാൻ ആ ബിസിനസ് നടത്തും. അപ്പൊ രണ്ട് പാർട്ടീസ് ആണ്, 2 പാർട്ടീസ് ഇൻ മുദാറബ. 2 പാർട്ടീസ് ആണ്. ഒരു പാർട്ടി പൈസ ഇറക്കും, മറ്റാൾ ബിസിനസ് നടത്തും. മറ്റാൾക്ക് എന്താ ഉള്ളത്, മറ്റാൾക്ക് മാനേജ്മെന്റ് സ്കില്ലുള്ളത്, ഒരാൾ ക്യാപിറ്റൽ. ഒന്നാമത്തെ ആള് ക്യാപിറ്റൽ ഇറക്കും, രണ്ടാമത്തെ ആൾക്ക് ക്യാപിറ്റൽ ഇല്ല, മാനേജ്മെന്റ് സ്കില്ലുള്ളത്. ഓക്കെ, ഇനി ഇയാൾ ക്യാപിറ്റൽ ഇറക്കിയത് ഇയാൾക്ക് തിരിച്ച് ഇൻട്രസ്റ്റ് ഒന്നും കൊടുക്കരുത്. എന്താണ്, ഇയാൾ ക്യാപിറ്റൽ ഇറക്കി ഞാൻ ബിസിനസ് നടത്തുന്നു, എന്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട്, അയാളുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. അയാളുടെ കോൺട്രിബ്യൂഷൻ ക്യാപിറ്റൽ, എന്റെ കോൺട്രിബ്യൂഷൻ ഈ ബിസിനസ് നടത്താനുള്ള സ്കിൽ എന്ന് പറയും. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ നടത്തുന്ന ഒരു ബിസിനസ് ആണ്. പ്രോഫിറ്റ് എന്താണ്, പ്രോഫിറ്റ് ഞങ്ങൾ രണ്ടുപേരും ഷെയർ. ബട്ട് ക്യാപിറ്റൽ ഇറക്കിയത് ആരാണ്, അയാളല്ലേ. അപ്പൊ ആ ക്യാപിറ്റൽ ഇറക്കിയ ആളായിരിക്കും ലോസ്. അപ്പൊ അയാൾക്ക് എന്താണ്, വെറുതെ ഒന്നും കിട്ടുന്ന പോലെ ഞാൻ ആ ബിസിനസ് ചെയ്യുന്നത്, അപ്പൊ എനിക്ക് എന്റെ ഒരു പ്രോഫിറ്റ് ഷെയർ ഉണ്ടായിരിക്കും. പ്രോഫിറ്റ് ഷെയർ എനിക്ക് കിട്ടും, രണ്ടുപേർക്കും ഒരു കറക്റ്റ് എനിക്ക് ഈക്വലി കിട്ടാന്നല്ല, ഒരു പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള റേഷ്യോയില് എനിക്കുള്ള പ്രോഫിറ്റ് എനിക്കും അയാൾക്കുള്ള പ്രോഫിറ്റ് ആയിരുന്നു. അപ്പൊ നിങ്ങൾ പറയും അയാൾ ബിസിനസ്സിൽ ഇൻവോൾവ് ആവുന്നില്ലല്ലോ, ബിസിനസ്സിന്റെ റിസ്ക് ഒന്നും അയാൾ അറിയുന്നില്ലല്ലോ. അപ്പൊ അയാൾക്ക് എന്ത് റിസ്ക് വെച്ചാൽ ബിസിനസിന്റെ ആ റിസ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്, അയാൾക്ക് വെറുതെ പ്രോഫിറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ലോസ് എന്തെങ്കിലും കമ്പനി ലോസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ ലോസ് ആര് വഹിക്കണം, ആ ക്യാപിറ്റൽ കൊണ്ടുവന്നാണ് വഹിക്കുക. ഓക്കെ, ലോസ് ആര് വഹിക്കണം, ലോസ് ആണ് ആര് വഹിക്കേണ്ടത്, പ്രോഫിറ്റ് ഒക്കെ നോർമലി ഷെയർ ചെയ്യും, ലോസ് ആ ബാങ്ക് മുദാറബയിൽ പൈസ ഇറക്കിയിട്ടുള്ള അയാളാണ് അത് ബെയർ ചെയ്യേണ്ടത്. ഇനിയാണ് മുദാറബ എന്ന് പറയുന്നത്, ഇക്വിറ്റി ഫൈനാൻസിങ് ത്രൂ ഒരാള് ഫണ്ട് ഇറക്കുന്നു, മറ്റാള് ബിസിനസ് നടത്തുന്നു. ഓക്കെ, ഇനി മുഷാറക്ക എന്ന് പറയുമ്പോൾ ഒരു വെഞ്ചർ ക്യാപിറ്റൽസിന്റെ ജോയിന്റ് വെഞ്ചർ പോലെ, അല്ലെങ്കിൽ നമ്മുടെ നോർമലി പറയുന്ന പാർട്ട്ണർഷിപ്പിന്റെ ഒരു വെറൈറ്റിയാണ് മുഷാറക്ക എന്ന് പറയുന്നത്. മുദാറബയിൽ എന്തായിരുന്നു, ഒരാൾ പൈസ ഇറക്കുന്നു, മറ്റാൾ പൈസ ഇറക്കുന്നില്ല. മുഷാറക്ക അങ്ങനെയല്ല. മുഷാറക്ക എന്ന് പറയുന്നത് പാർട്ട്ണർഷിപ്പാണ്. ആ പാർട്ട്ണർഷിപ്പിൽ എല്ലാ പാർട്ട്നേഴ്സും പൈസ ഇറക്കണം. മുഷാറക്കയിൽ എന്താണ്, എല്ലാ പാർട്ടീസും ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യും. എല്ലാവരും ഒരുപോലെ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഫോർ എക്സാമ്പിൾ ഞാനൊരു 50% ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്തു, വേറെ 25, ബാങ്കിൽ 30, അങ്ങനെ പല ആൾക്കാരും പല രീതിയിൽ. ബട്ട് എല്ലാ ആൾക്കാരും എല്ലാ പാർട്ടീസും എന്താണ് ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്തിരിക്കണം. എന്നിട്ട് എല്ലാവരും ഇൻവോൾവ് ആയിരിക്കും. എല്ലാവരും ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യും, എന്നിട്ട് എല്ലാവരും ബിസിനസ്സിൽ ഇൻവോൾവ് ആവുകയും ചെയ്യും. നോർമൽ പാർട്ട്ണർഷിപ്പ് പോലെ തന്നെ, അത് ഓക്കെയാണ്. എന്നിട്ട് പ്രോഫിറ്റ് ഒക്കെ എങ്ങനെ ഷെയർ ചെയ്യാം, പ്രോഫിറ്റ് അവരുടെ ആ ഒരു എന്താണ് ഒരു അഗ്രി ചെയ്തിട്ടുള്ള ആ ഒരു റേഷ്യോയിൽ എന്താണ് പ്രോഫിറ്റ് എന്താണോ അത് അഗ്രി ചെയ്ത റേഷ്യോയിൽ അവർ ഡിവൈഡ് ചെയ്യും. ലോസ് എങ്ങനെയായിരിക്കും, ഞാൻ എത്രത്തോളം ക്യാപിറ്റൽ ഇറക്കിയോ ആ ക്യാപിറ്റലിന്റെ പ്രൊപ്പോർഷനേറ്റ് അനുസരിച്ചായിരിക്കും ലോസ് എന്ത് ചെയ്യുന്നത്, ബെയർ ചെയ്യുന്നത്. ഇങ്ങനെയാണ് മുഷാറക്ക എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ എത്ര പഠിച്ചു, 4 പഠിച്ചു. മുറാബഹ, ബാങ്ക് അസറ്റ് വാങ്ങിച്ചിട്ട് എനിക്ക് കടം തരുന്നു. ഇജാറ, ബാങ്ക് അസറ്റ് വാങ്ങിച്ചിട്ട് ലീസിന് തരുന്നു. മുദാറബ, ആ ബാങ്ക് എനിക്ക് പൈസ തരുന്നു, ഞാൻ ബിസിനസ് ആണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നു. ലോസ് ആണെങ്കിൽ ഇവരെ ക്യാപിറ്റലിൽ കോൺട്രിബ്യൂട്ട് ചെയ്താണ് ലോസ് ബെയർ ചെയ്യുക. മുഷാറക്ക എന്ന് പറയുമ്പോൾ ആരൊക്കെയാണോ പാർട്ടീസ് ഉള്ളത് അവരെല്ലാവരും ഫണ്ട് ഇറക്കുന്നു, അവരെല്ലാവരും ബിസിനസ്സിൽ ഇൻവോൾവ് ആകുന്നു, പ്രോഫിറ്റ് അവർ എഗ്രി ചെയ്ത പോലെ ഷെയർ ചെയ്യുന്നു. പിന്നെ ലോസ് എന്താണ്, ക്യാപിറ്റൽ എത്രത്തോളം ഇറക്കി അതിന്റെ ബേസിൽ ഷെയർ ചെയ്യും, അത് അതിന്റെ ബേസിൽ ബെയർ ചെയ്യും. അടുത്താണ് ഡെപ്റ്റ് ഫൈനാൻസിൽ, നമ്മുടെ നോർമൽ ഡെപ്റ്റ് ഫൈനാൻസിന്റെ ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒന്നാണ് സുക്കൂക്ക് എന്ന് പറയും. സുക്കൂക്ക് എന്ന് പറയുന്നത് ഇസ്ലാമിക് ബോണ്ട്സ് എന്നാണ് അതിനെ പറയുന്നത്. സുക്കൂക്കിനെ നമ്മൾ ഇസ്ലാമിക് ബോണ്ട്സ് എന്നാണ് പറയുന്നത്. സുക്കൂക്കിനെ നമ്മൾ
ഇസ്ലാമിക് ബോണ്ട്സ് എന്നാണ്. ഒരിക്കലും ബോണ്ട് നോർമലി ഉള്ള ബോണ്ട് എന്താണ്, ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നു, അതിന് ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് നമ്മൾ തിരിച്ച് ഇൻട്രസ്റ്റ് കൊടുക്കുക എന്നുള്ളതായിരുന്നു. ഇവിടെ ഇൻട്രസ്റ്റ് പറ്റൂല, ഇൻട്രസ്റ്റ് പറ്റില്ല. ഈ സുക്കൂക്ക് എന്താ അറിയാം, സുക്കൂക്ക് ജസ്റ്റ് ലോൺ കൊടുക്കാന്ന് മാത്രമല്ല, ഒരു അസറ്റിനാണ് ആ ലോൺ കൊടുക്കുന്നത്, ഒരു അസറ്റിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്തത്. ഫോർ എക്സാമ്പിൾ എന്റെ കമ്പനിയിൽ ഒരു അസറ്റ് ഉണ്ട്, ഇൻകം ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അസറ്റ് ഉണ്ട്. ആ അസറ്റിന് വേണ്ടിയിട്ടാണ് എനിക്ക് ഫണ്ട് തരുന്നത്, അല്ലാതെ വെറുതെ എനിക്ക് ഫണ്ട് തരില്ല. ആ അസറ്റിന് വേണ്ടിയിട്ട് ഫണ്ട് തരുന്നു. ഇനി ഈ ഫണ്ട് തരുന്നതിന് റിട്ടേൺ ആയിട്ട് ഞാൻ ഇൻട്രസ്റ്റ് അല്ല കൊടുക്കാം. ഈ അസറ്റില്ലേ, ഏത് അസറ്റിനെ ബേസ് ചെയ്തിട്ട്, ഏത് അസറ്റിനെ ടൈ ചെയ്തിട്ടാണ് തന്നത്, ഈ അസറ്റ് ബേസ് ചെയ്തിട്ട് ഞാൻ ഈ അസറ്റ് വെച്ചിട്ട് ബിസിനസ്സിനുള്ളിൽ ഞാൻ എന്ത് ഇൻകം ജനറേറ്റ് ചെയ്യുന്നു ആ ഇൻകത്തിന്റെ ഒരു ഷെയർ ആയിരിക്കും കൊടുക്കാം. ഓക്കെ, അപ്പൊ എന്താ വെച്ചാൽ ഇൻകം ജനറേറ്റഡ് ബൈ അസറ്റ്, അതാണ് നമ്മൾ സുക്കൂക്ക് ബോണ്ട്സിന് കൊടുക്കുന്ന റിട്ടേൺസ്, അല്ലാതെ എന്തല്ല ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ സുക്കൂക്ക് എന്ന് പറയുമ്പോൾ ഇസ്ലാമിക് ബോണ്ട്സ് ആണ്. അയാൾ ഒരു അസറ്റിനെ ബേസ് ചെയ്തിട്ട് കമ്പനിയുടെ ഓണർഷിപ്പ് പ്രോഫിറ്റിനൊന്നല്ല തരുന്നത്. അതാണ് ഇക്വിറ്റി ക്യാപിറ്റലേ. ഇക്വിറ്റി അല്ല, ഡെപ്റ്റ് ആണ്. എനിക്കൊരു കടമാണ് തരുന്നത്, ഒരു അസറ്റിന് വേണ്ടിയിട്ട്, അസറ്റിന്റെ മേലിൽ എനിക്കൊരു കടം തരുന്നു. എന്നിട്ട് ആ അസറ്റ് യൂസ് ചെയ്തിട്ട് ഞാൻ ഇൻകം ഏൺ ചെയ്യുമ്പോൾ ആ ഇൻകത്തിന്റെ ഒരു പാർട്ടാണ് അയാൾക്ക് കൊടുക്കേണ്ടത്, സുക്കൂക്ക് ഹോൾഡർക്ക് കൊടുക്കേണ്ടത്. അപ്പൊ സുക്കൂക്ക് ഹോൾഡർ ഉണ്ട്. ഇവിടെ ഒരുപാട് സുക്കൂക്ക് ഹോൾഡേഴ്സ് ഉണ്ട്, ഇവിടെ ഒരുപാട് കമ്പനീസ് ഉണ്ട്. ഇതിന്റെ ഇൻബിറ്റ്വീൻ ഒരാളുണ്ട്, അവരെയാണ് നമ്മൾ സുക്കൂക്ക് ഇഷ്യൂവേഴ്സ് എന്ന് പറയുന്നത്. ഇത് സുക്കൂക്ക് ഹോൾഡേഴ്സ്, പൈസ ഉള്ള ആൾക്കാർ. ഇവിടെ കമ്പനീസ്, ഒരുപാട് അസറ്റ് ഉള്ള കമ്പനീസ്. ഈ സുക്കൂക്ക് ഹോൾഡേഴ്സിന് ഇടുന്ന ഫണ്ട് വാങ്ങിച്ചിട്ട് ഈ അസറ്റുകളിൽ എന്ത് ചെയ്യും, സുക്കൂക്ക് ഇഷ്യൂവേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യും. എന്നിട്ട് ഈ ഇവിടുന്ന് കിട്ടുന്ന ഇൻകം ആർക്ക് ഇഷ്യൂ ചെയ്യും, ആർക്ക് കൊടുക്കും, സുക്കൂക്ക് ഹോൾഡേഴ്സിന് കൊടുക്കും. അതാണ് സുക്കൂക്ക് ഇഷ്യൂവേഴ്സ് പ്രോപ്പർട്ടി ഒക്കെ എന്ത് ചെയ്യും, റെന്റ് ചെയ്യും, അതിലേക്ക് ഫണ്ട് കൊടുക്കും. എന്നിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറയും, എന്നിട്ട് ആ ഇൻകത്തിന്റെ ഒരു പാർട്ട് പേർക്ക് കൊടുക്കും. അങ്ങനെ ജസ്റ്റ് മനസ്സിലാക്കണം, ഭയങ്കര ഡീപ്പായിട്ടൊന്നും അറിയണം. ഇവിടെ എന്തുണ്ടാവാൻ പാടില്ല, നോർമൽ ബോണ്ട് എന്ന് പറയുമ്പോൾ ഇൻട്രസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട്, ഇൻട്രസ്റ്റ് വരരുത്. അവോയ്ഡ് റിബ, ഇൻട്രസ്റ്റ് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, അപ്പൊ സുക്കൂക്കും കഴിയും. നെക്സ്റ്റ് വൺ ആണ് ഹിബ. ഹിബ എന്ന് പറയുന്ന ഒരു അറബിക് വേർഡാണ്. ഗിഫ്റ്റ് എന്നാണ് മീനിങ്. ബാങ്ക് എന്ത് ചെയ്യുന്നറിയോ, ഗിഫ്റ്റ് കൊടുക്കും. ഫോർ എക്സാമ്പിൾ എൻ്റെ അടുത്ത് ഒരുപാട് പൈസ ഉണ്ട്. നോർമലി നമ്മൾ എന്താ ചെയ്യാറ്, ഡെപ്പോസിറ്റ് ചെയ്ത് വെക്കും. ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ബാങ്ക് എനിക്ക് ഇങ്ങോട്ട് ഇൻട്രസ്റ്റ് തരുമെന്ന് പറയില്ലേ. ഇൻട്രസ്റ്റ് കൊടുക്കുന്നതും ഹറാമാണെങ്കിൽ ഒഴിവാക്കി പ്രൊഹിബിറ്റഡ് ആണ്, ഇൻട്രസ്റ്റ് വാങ്ങുന്നതും പ്രൊഹിബിറ്റഡ് ആണ്. അപ്പൊ നമ്മൾ ബാങ്ക് എന്ത് ചെയ്യുന്നത്, ഇസ്ലാമിക് ഫൈനാൻസിൽ ഹിബ എന്ന് പറയുമ്പോൾ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തു, ഇസ്ലാമിക് ബാങ്ക്, ഇതൊരു ഇസ്ലാമിക് ബാങ്ക് ആണെങ്കിൽ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തതിന് തിരിച്ച് എനിക്ക് ഇൻട്രസ്റ്റ് തരൂല. ബട്ട് എനിക്ക് എന്ത് തരും, ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തതിന് എനിക്കൊരു ഗിഫ്റ്റ് തരും. ആ പേര് മാറ്റി, ഇൻട്രസ്റ്റ് എന്ന് മാറ്റിയിട്ട് ഗിഫ്റ്റ് എന്നാക്കി. ഇൻട്രസ്റ്റ് മാറ്റിയിട്ട് ഗിഫ്റ്റ് ആക്കി. ബാങ്ക് ഗിഫ്റ്റ് ആണ് കൊടുക്കുക. കസ്റ്റമേഴ്സ് അവരുടെ ഡെപ്പോസിറ്റിന് ഗിഫ്റ്റ് ആണ് കൊടുക്കുക. അവരുടെ സേവിങ്സ് അക്കൗണ്ട് ബാലൻസസിന്റെ ബേസിസിൽ എനിക്ക് അതിന്റെ മുകളിൽ ഒരു ഗിഫ്റ്റ് ആണ് കൊടുക്കുക. അപ്പൊ ഇത് ഇൻട്രസ്റ്റ് അല്ല. ഗിഫ്റ്റ് എന്താണ്, ഇൻട്രസ്റ്റ് അല്ല, നോട്ട് ഇൻട്രസ്റ്റ്. ഇതെന്താണ്, ഇവര് ആ ഫണ്ട്, ഞാൻ ഡെപ്പോസിറ്റ് ചെയ്ത ഫണ്ടൊക്കെ യൂസ് ചെയ്തിട്ട് അവരെന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അവർ ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഫിക്സഡ് ആയിട്ടുള്ള റേറ്റിൽ ഇൻട്രസ്റ്റ് തരുന്നത് പ്രശ്നമുള്ളൂ. ബാങ്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ ഡെപ്പോസിറ്റ് ചെയ്ത ഫണ്ട് വെച്ചിട്ട് എന്തൊക്കെ കാര്യം ഉണ്ടാക്കിയിട്ട് ലാഭം ഉണ്ടാക്കിയിട്ട് ആ ലാഭത്തിന്റെ ഒരു പാർട്ടാണ് ഇവർ എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തരുന്നത്. ഇൻട്രസ്റ്റ് തരുന്നതിന് പകരം ഒരു ഗിഫ്റ്റ് ആയിട്ട് തരും. ആ ഗിഫ്റ്റിനെ പറയുന്ന പേരാണ് ഹിബ. ഓക്കെ, അടുത്തൊന്നാണ് കർദിൽ ഹസൻ എന്ന് പറയുന്ന ഒരു ഗുഡ് ലോൺ എന്ന് പറയുന്നത്. എനിക്ക് ഒരാൾ ഓക്കെ, എനിക്കൊരു ബാങ്ക്, ഇസ്ലാമിക് ബാങ്ക്, അയാൾ എനിക്ക് കർദിൽ ഹസൻ എന്നുള്ള രീതിയിൽ ഒരു ലോൺ തരികയാണെന്നുണ്ടെങ്കിൽ, അതിന് പറയുന്നത് ഗുഡ് ലോൺ എന്നാണ് പറയുന്നത്. ഗുഡ് ലോൺ. ഫോർ എക്സാമ്പിൾ, എൻ്റെ ഒരു റിലേറ്റീവ് ഉണ്ട്, ഒരു നല്ല പൈസ ഉള്ള റിലേറ്റീവാണ്. എനിക്കെന്തോ ഒരു ഫൈനാൻഷ്യൽ ഡിഫിക്കൽട്ടി വന്നു, അയാൾക്ക് ഒരുപാട് ഫണ്ട് ഉണ്ട്. അപ്പൊ അയാൾ എന്തിനും, നീ ഇപ്പോൾ ബുദ്ധിമുട്ട് അനുഭവിക്കില്ലേ, നീ അതിൻ്റെ അടുത്ത് ഒരു 5 ലക്ഷം ഉണ്ട്, ആ 5 ലക്ഷം നീ എടുത്തോന്നു, നീ ഒരു 6 മാസം കഴിഞ്ഞിട്ട് തന്നാൽ മതി. അപ്പൊ അങ്ങനെ അയാൾ തരാന്ന് പറയുമ്പോൾ അയാൾ കടം തരാണ്. അപ്പൊ അയാൾക്ക് നമ്മൾ തിരിച്ച് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും? ഇല്ല. അയാൾ ഇപ്പൊ 5 ലക്ഷം തരും, 6 മാസം എന്റെ പരിപാടി കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യും, അയാൾക്ക് 5 ലക്ഷം തന്നെ കൊടുത്താൽ മതി. നമ്മൾ നോർമൽ റിലേറ്റീവ്സ് ഒക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാറില്ല. അതുപോലത്തെ ഒരു സംഭവം ബിസിനസ്സുകളിൽ. ഇനി ഇതൊരു ബിസിനസ്സിന് ആ ഒരു ഗുഡ് വിൽ ബേസിസ് ആണ്. ഒരു ഗുഡ് വിൽ ബേസിസ് എന്ന് പറയുമ്പോൾ എന്താ, ഒരു നല്ല പ്രവൃത്തി എന്നുള്ള രീതിയിലാണ് ഫണ്ട് തരുന്നത്. അല്ലാതെ അതിനപ്പുറത്തേക്ക് റിട്ടേൺ കിട്ടണോ ഒന്നുള്ള ഒരു ഇന്റൻഷൻ ഇല്ല. ഒന്നും കൊടുക്കണ്ട, ഗിഫ്റ്റ് ആയിട്ട് അതൊന്നും കൊടുക്കുക, അങ്ങനെ ഒരു ഇന്റൻഷനും ഇല്ല. ജസ്റ്റ് എനിക്ക് ഫണ്ട് വേണം, ഫണ്ട് ഉള്ള ഒരാളുണ്ട്, അയാൾ എനിക്ക് ആ ഫണ്ട് തരും, കടമായിട്ട് തരും. തിരിച്ചു കൊടുക്കുമ്പോഴോ ഇൻട്രസ്റ്റ് ഒന്നും കൂട്ടി കൊടുക്കണ്ട, ഇൻട്രസ്റ്റ് ഒന്നും പറ്റില്ല, തിരിച്ചു അതേ എമൗണ്ട് കൊടുത്താൽ മതി എന്നാണ്. ഒരു ഗുഡ് വിൽ ബേസിസിൽ കൊടുക്കുന്ന ലോണാണ്. ഓൺലി പ്രിൻസിപ്പൽ റീപേയ്മെന്റ്. എന്താണോ അയാൾ തന്നത് അത് മാത്രം റീപേ ചെയ്താൽ മതി. പ്രിൻസിപ്പൾ ആയിട്ട് എന്താ തന്നത് അത് മാത്രം റീപേ ചെയ്താൽ മതി. ബട്ട് ഈ കടം എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ അങ്ങനെ സഹായിച്ചതിനെ തിരിച്ചൊന്നും കൊടുക്കണ്ടെന്ന്. ബട്ട് എന്നാലും നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഒരു സന്തോഷത്തിന് ഇൻട്രസ്റ്റ് ആയിട്ടൊന്നും കൊടുക്കില്ല, നമ്മുടെ സന്തോഷത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു എക്സ്ട്രാ കൊടുക്കും. ഒരു എക്സ്ട്രാ എമൗണ്ട് നമ്മൾ വോളണ്ടറിലി നമ്മുടെ ഒരു സന്തോഷത്തിന് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കൊടുക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഗുഡ് ലോൺ ഉണ്ട്. ആ ഗുഡ് ലോണിനെയാണ് കർദിൽ ഹസൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഇസ്ലാമിക് ഫൈനാൻസ്. ഇസ്ലാമിക് ഫൈനാൻസ് ഇമ്പോർട്ടന്റ് ആണ്. പ്രോപ്പർ ആയിട്ട് എന്താണോ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത് അത് മാത്രം പഠിച്ചാൽ മതി.
ഓക്കെ, കണക്ട് ചെയ്ത് പഠിക്കണം. ആ ഇസ്ലാമിക് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ നല്ല രീതിയിൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, അത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എക്സാമിന് ടെസ്റ്റ് ചെയ്യും. അപ്പോൾ അത് ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആയിരിക്കും. അത് നിങ്ങളെ കൊണ്ട് ചെയ്യാനും പറ്റും. ഓക്കെ.